എനിക്കെന്തോ പരിശുദ്ധാത്മാവ് ഇന്ന് തരുന്നൊരു ബോധ്യം, ബലം നഷ്ടപ്പെട്ട ആർക്കൊക്കെയോ ഇന്ന് പുതിയ ബലം തരാൻ കർത്താവ് ആഗ്രഹിക്കുക. എന്നിട്ട് പറയുകയാണ്, അവരുടെ ബലം എങ്ങനെ? കാട്ടുപോത്തിന് തുല്യമായ ബലമാണ്. അതുകൊണ്ട് അവർ പറയുകയാണ്, സ്തോത്രം, നിങ്ങളാരും ഇവരെ തകർക്കാൻ ആഭിചാരം ചെയ്യണ്ട, കാരണം ആഭിചാരം യാക്കോബിന് പറ്റത്തില്ല. ലക്ഷണവിദ്യ ഇസ്രായേലിനോട് ഒരു പ്രവചനം കൂടെ പറയാം, നിനക്കെതിരെ വരുന്ന ആഭിചാരം പറ്റത്തില്ലെന്ന് ചിലർ അറിയാൻ പോവാ. നിനക്കെതിരെ വരുന്ന ലക്ഷണവിദ്യ അപ്പൊ അതിന്റെ ഏറ്റവും വലിയ ദൂത് എവിടാന്നറിയാം? ശ്രദ്ധിച്ച്, കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. പണ്ട് ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്, ആ കഥ പറയാം. കാട്ടിലെ മൃഗങ്ങളിൽ ഏറ്റവും കരുത്തുള്ള മൃഗമാ കാട്ടുപോത്ത്. വേഗത കുറവാണ് അതിന്, പക്ഷെ കരുത്ത് ഭയങ്കര. കാട്ടുപോത്തിൻ്റെ കൊമ്പ്, എനിക്കൊന്ന് ഇന്നലെയോ എവിടെ ടി വിയിൽ കാട്ടുപോത്തിറങ്ങി ഓടിയൊരു വാർത്ത ഞാൻ വൈകിട്ട് കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്. ബൈക്കുകാരൻ അത്ഭുതമായി രക്ഷപ്പെട്ടെന്നൊക്കെ മനോരമ ന്യൂസ്. സ്തോത്രം, ഒരു കാട്ടുപോത്തിൻ്റെ മുമ്പിൽ ചെന്ന് കയറി. ശ്രദ്ധിച്ച് കേൾക്കണം. ഈ കാട്ടുപോത്തിൻ്റെ പ്രത്യേകത, വലിയ വമ്പൻ മരത്തെയൊക്കെ 2 അടി അടിച്ചാൽ അത് ആന മറിക്കുന്നതിനേക്കാൾ ശക്തിയോടെ മറിക്കും. പക്ഷെ പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട്, ഈ കാട്ടുപോത്തിനെയും സിംഹം പിടിക്കും. എങ്ങനെയാണ് പിടിക്കുന്നതെന്നറിയാമോ? സ്തോത്രം, ഈ കാട്ടുപോത്തിൻ്റെ പ്രത്യേകത, സിംഹം ഒരു സ്ഥലത്ത് നിന്ന് അലറിയ കാട്ടുപോത്ത് തൻ്റെ ശക്തി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടയും. സിംഹത്തിൻ്റെ പരിപാടിയുണ്ട്. എന്നിട്ട് സ്തോത്രം, കാട്ടുപോത്ത് നടന്ന് അവിടെ വരുമ്പോൾ സിംഹം അടുത്ത സ്ഥലത്ത് പോയി നിന്നുകൊണ്ട് ഇതുപോലെ അലറും. ഉടനെ പിന്നെയും കാട്ടുപോത്ത്. അങ്ങനെ കുറേ പ്രാവശ്യം ചെയ്യുമ്പോൾ ഈ കാട്ടുപോത്തിൻ്റെ ബലം അങ്ങ് ക്ഷയിക്കും. ഈ സമയത്ത് സിംഹം കാട്ടുപോത്തിൻ്റെ മേൽ ചാടി വീണ് അതിനെ കീഴടക്കും. അവിടെ ശത്രു, ഇവിടെ ശത്രു എന്നൊക്കെ പറഞ്ഞ്, സ്തോത്രം, നിന്നെ ചുമ്മാതെ കിടന്ന് അവൻ ഇളക്കുമ്പം അതൊന്നും കേട്ട് നീ നിൻ്റെ ബലം ക്ഷയിപ്പിക്കരുത്. അങ്ങനെയൊന്നും നീ തകർന്നു പോകരുത്. നിന്നെ കീഴ്പ്പെടുത്താൻ സാത്താൻ തന്ത്രങ്ങൾ മെടയുന്നു. എന്നാൽ അതിനെ ഓവർകം ചെയ്യുന്ന ഒരു പുതിയ ബലം ഇന്ന് ഈ ആരാധനയ്ക്ക് നടുവിൽ നിന്റെ മേൽ പകരാൻ പോകുകയാ. ഇന്നിവിടെ ഇരിക്കുന്ന ചില ഇന്ന് ബലപ്പെട്ടിട്ടേ പോകാവൂ. യേശുവിൻ്റെ നാമത്തിൽ നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവിക ബലം ശത്രുവിൻ്റെ മന്ത്രോച്ചാരണങ്ങൾക്ക് നിന്നെ തൊടാൻ കഴിയുകയില്ല. ഞാൻ ആ ഒരു ദൂതിലേക്ക് വരിക. ഒരു വാക്യത്തോടെ ധ്യാനം തുടങ്ങാം. സ്തോത്രം, അടുത്തിരിക്കുന്ന കൊത് കൈ കൊടുത്തു പറ, നമ്മളിൽ പകർന്ന ദൈവിക ബലം വലുതാന്ന് പറ. ഗ്ലോറി. ഇന്ന് ചിരിച്ചുകൊണ്ട് പറ, നമ്മിൽ പകർന്ന ദൈവിക ബലം വലുതാണ്. ഇന്ന് തിരിച്ചറിയണം, നിനക്കെതിരെ ഏതൊക്കെ ആയുധം വന്നാലും ഫലിക്കുകയില്ല. പല പദ്ധതിയും പിശാച് കൊണ്ടിരുന്നുണ്ട്, പക്ഷേ അതൊന്നും നടക്കത്തില്ല. മനുഷ്യൻ കൊണ്ടിരുന്നുണ്ട്, നടക്കത്തില്ല. കാരണം നിനക്ക് തന്നേക്കുന്ന ബലം കാട്ടുപോത്തിന് തുല്യമായ ബലമാണ്. എത്ര പേര് അതിന് ആമീൻ പറയാൻ പറ്റും? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പ്രവാചകൻ പ്രവചിക്കുക, സിയോനെ ഉണരുക, ഉണരുക. എന്നിട്ട് പറയാം, നിന്റെ ബലം, സിയോനെ ഉണരുക, ഉണരുക, നിന്റെ ബലം ധരിച്ചുകൊള്ളുക. സിയോനെ ഉണരുക, 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 നിന്റെ ബലം ധരിച്ചുകൊള്ളുക, നിന്റെ ബലം ധരിച്ചുകൊള്ളുക. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാ പറയാം, നിന്റെ ബലം നീ ധരിച്ചോണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. കാരണം ദൈവത്തിന് സ്തോത്രം, നീ ഒന്ന് ബലപ്പെട്ടലേ പറ്റൂ. എതിരാളിയെ കണ്ട്, ശത്രുവിനെ കണ്ട്, സംഭവങ്ങൾ കണ്ട്, പ്രതിസന്ധി കണ്ട് നീ ബലഹീനനായി പോകരുത്. ഈ നമുക്ക് ചില പ്രതിസന്ധി വരുമ്പോഴേ നമ്മളൊക്കെ പറയുന്നൊരു പദമാണ്, നിങ്ങൾ എന്നോട് ഇച്ചിരി ഗഹനമായിട്ട് ഈ ദൂതിൻ്റെ കൂടെ വരണം. നമ്മളൊക്കെ പറയുന്നൊരു കാര്യം, എന്നെ കൊണ്ട് എന്തോ ചെയ്യാൻ പറ്റും. നമ്മൾ പറയാറില്ലേ, ഇതെൻ്റെ പരിധിക്ക് അപ്പുറത്ത് പോയി. നിനക്കെന്തോ പരിധി ഉണ്ടെന്നാ. നിനക്ക് ഒരു റേഞ്ചും ഇല്ലാത്തൊരു മനുഷ്യൻ ഞാനാ. പക്ഷെ എന്നിൽ വ്യാപരിക്കുന്നൊരു ബലമുണ്ട്. അതുകൊണ്ട് പൗലോസ്, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽക്കേണ്ടതിന്. ഇത് ആഹാരം കഴിച്ചപ്പോഴുള്ള ബലമല്ല, രക്ഷിക്കപ്പെട്ടപ്പോൾ, യേശുവിനെ കണ്ടപ്പോൾ, ദൈവത്തിൻ്റെ പൈതലായപ്പോൾ നിന്നിൽ പകർന്ന ആ ബലം. ഈ മാനുഷികമായ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ, നമുക്ക് സഹിക്കാൻ വയ്യാതെ വരുമ്പോൾ നമ്മൾ കട്ടിലേക്ക് കയറി കിടക്കും. നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഞാനൊക്കെ ഒത്തിരി പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. നിങ്ങളങ്ങനെ ചെയ്തിട്ടുണ്ടോ? ബലമില്ലാത്തപ്പോൾ പെട്ടെന്ന് വണ്ടി ഓടിച്ചുകൊണ്ട് അവിടുന്ന് വേറൊരു സ്ഥലത്ത് പോവുക. തിരുവല്ലായി പ്രശ്നമുണ്ടായപ്പോൾ വണ്ടി ഓടിച്ചോണ്ട് നേരെ
സ്തോത്രം. ചെങ്ങന്നൂർ വരെ പോയി കോഫി ഹൗസിൽ പോയി ഒരു കാപ്പിയും കുടിച്ചപ്പം കുറച്ച് ബലം കിട്ടി. തിരിച്ച് വണ്ടി ഓടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നിറങ്ങിയപ്പോൾ ചോദിച്ചു, പുള്ളി വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ പറഞ്ഞു, ഒന്നും പേടിക്കേണ്ട, എല്ലാം നടക്കും. കാര്യം അതിനിടയ്ക്ക് കിട്ടി ബലം. ബലം പോയി ഒന്നും വന്നില്ല, നമ്മുടെ മനസ്സാ പ്രശ്നം. ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ പറയുക, ശ്രദ്ധിക്കണം. ഇന്ന് നീ ബലം ധരിച്ചേ ഇവിടുന്ന് പോകാവൂ. നീ ഒന്ന് ബലപ്പെട്ടാലേ ദൈവത്തിന് ചിലത് ചെയ്യാൻ പ്ലാനുണ്ട്. നിന്റെ കുടുംബത്തിൽ ദൈവത്തിന് ചിലത് ചെയ്യാൻ പ്ലാനുണ്ട്. നീ ഒന്ന് ബലപ്പെട്ടാൽ നിന്നെ തളർത്തിയിടാനാ പിശാച് പ്ലാൻ ചെയ്യുന്നത്. നിന്റെ കുഞ്ഞിൽ പ്രശ്നമിട്ട്, നിന്റെ വീട്ടിൽ പ്രശ്നമിട്ട്, നിന്റെ കുടുംബത്തിൽ പ്രശ്നമിട്ട്, നിന്റെ കൺമുമ്പിൽ തകർച്ചയിട്ട് നിന്നെ തളർത്താൻ നോക്കുമ്പോൾ യേശു പറയുക, ബലപ്പെട്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നത് കൈ കൊടുത്തേച്ച് പറ, ഒന്ന് ബലപ്പെടാൻ പറ. സ്തോത്രം, സ്തോത്രം. നല്ലൊരാമയും പറഞ്ഞാട്ട്, നല്ലൊരാമയും പറഞ്ഞാട്ട്. ഈ ചിലരൊക്കെ പറയാം, എൻ്റെ ബ്രദറെ പിശാചിനോട് പോരാടി പോരാടി എൻ്റെ ബലമെല്ലാം ക്ഷയിച്ചു. അങ്ങനല്ല ബൈബിൾ. യുദ്ധക്കളത്തിൽ ഒരാൾ നിന്നാൽ ബലം കുറയുമോ ബലം കൂടുവോ? പറ. ഒരാൾ യുദ്ധക്കളത്തിൽ നിൽക്കുക, അയാളുടെ ബലം കുറയുമോ ബലം കൂടുവോ? പറ, എന്തേലും പറ. ബലം കൂടും. കാരണം പറയാം, മാനുഷികമായി നോക്കിയാൽ യുദ്ധക്കളത്തിൽ ബലം കുറയും. പക്ഷെ ആത്മീകമായി നോക്കിയാൽ യുദ്ധക്കളത്തിൽ ബലം വർദ്ധിക്കും. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ശൗലിൻ്റെ ഗ്രഹവും ദാവീദിൻ്റെ ഗ്രഹവും തമ്മിൽ ദീർഘകാലം യുദ്ധം നടന്നു. ശൗലിൻ്റെ ബലം ക്ഷയിച്ചും ദാവീദിൻ്റെ ബലം വർദ്ധിച്ചും വന്നു. നീ ഓരോ പ്രശ്നങ്ങളെ ജയിക്കുന്നതോറും നീ തകരുവല്ല, നിന്റെ ബലം ആടാകുക. ഒരാമയും വരുന്നില്ല. ഞാൻ ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് പ്രവചിച്ചു പറയുക, നീ ഇതുവരെ സഹിച്ചതിനേക്കാൾ വലിയ പ്രശ്നം നീ ഡീൽ ചെയ്യുമ്പോൾ ഓർത്തോണം, നീ തകരുവല്ല, നിന്റെ ബലം